ബിസിനകത്ത് നല്ല അടി നടക്കുന്നുണ്ട് കേട്ടോ. ഫുഡിന്റെ കാര്യത്തിലാണ് വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ക്യാപ്റ്റന്മാർ മഹാമോശമാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയിട്ടുള്ള സാധനത്തെ പരമാവധി അവിടെ യൂസ് ചെയ്യുന്നില്ല. എല്ലാം അവിടെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നിവിൻ ആവശ്യം പോലെ കഴിക്കുന്നുണ്ട് കേട്ടോ. എപ്പൊ നോക്കിയാലും എന്തെങ്കിലും കഴിച്ച് കഴിച്ചേ നിവിൻ നടക്കുന്നുള്ളൂ. അപ്പൊ ഒരു ധാർഷ്ട്യത്തോടെ അടുക്കള ഏറ്റെടുത്തിട്ട് ഞങ്ങൾ തരുന്നതേ നിങ്ങൾ കഴിക്കാവൂ എന്നൊരു ധാർഷ്ട്യം അവിടെ കാണിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഫുഡേ കൊടുത്തിട്ടില്ല. അത് കാരണം അവിടെ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായ പലരും ഉണ്ട്. നൂറയ്ക്കുണ്ട്, നമ്മുടെ സാവുമോനൊക്കെ ഭയങ്കരമായി ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. എന്നിട്ടും ഇപ്പം അത് ചോദ്യം ചെയ്തു രാവിലെ ഇവര് അതിലെ നൂറെ മനുവും ഷാനവാസും എല്ലാവരും ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി ഫുഡ് തരാത്തതിന്. പക്ഷെ ഇന്നലെ രാത്രി അക്ബറും ഇവനും രാത്രി ഫുഡ് തയ്യാറാക്കി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ചോദ്യം ചെയ്തതിന്റെ ഒരു ധാർഷ്ട്യം എന്ന രീതിയിൽ ഇന്ന് രാവിലെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കരമായി മടി കാണിക്കുന്നതായിട്ട് ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ടാസ്ക് ഒന്നുമില്ല. ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് മിക്കവാറും എല്ലാ ടാസ്കും ബിഗ് ബോസ് എടുത്തിരുന്നത്. അപ്പൊ ആ സമയത്തിനുള്ളിൽ ഫുഡ് ഇഷ്ടംപോലെ തയ്യാറാക്കാനുള്ള സമയമുണ്ട്. പക്ഷെ ഇവര് ഫുഡ് തയ്യാറാക്കത്തേ ഇല്ല. ഇവിടെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ഇപ്പം നിവിൻ അവിടെ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അക്ബറും നമ്മുടെ ആര്യനും അവിടെ സോഫയിലിരുന്ന് വർത്തമാനം പറയുകയാണ്. അപ്പം നമ്മുടെ ഷാനവാസ് ചോദ്യം ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കറി മാത്രമാക്കാത്ത ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ, ഒരു തോരനോ പൊരിയലോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അതിന്റെ പേരിൽ ഭയങ്കരമായ വഴക്ക് കിടക്കുന്നത്. അക്ബറും നിവിനും അന്നേരമാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. അവരവിടെ ചുമ്മാ ഇരിക്കുകയാണ്. നിവിൻ മാത്രം അല്ല, അക്ബറും നമ്മുടെ ആര്യനും എഴുന്നേറ്റ് പോകുന്നത്. നിവിൻ മാത്രം അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട്. എന്നിട്ടും അതിനെ പ്രയോജനപ്പെടുത്തി അവർ ഫുഡ് തയ്യാറാക്കാൻ ശ്രമിക്കുന്നില്ല. അതിന്റെ പേരിലാണ് നല്ല അടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.